രണ്ട് ടൈപ്പ് ബ്ലേഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിർത്തിക്കോ എല്ലാവരും പരിപാടി നിർത്തിക്കോ. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് എന്തെങ്കിലും മനസ്സിലാവോ? അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും സ്ഥലം വിട്ടു. നമ്മുടെ ടൂൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഇവരെല്ലാവരും വന്നത്. അപ്പോൾ അത് എൻ്റെ കയ്യിലൊരു പ്ലെയർ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ RC കാറിൻ്റെ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് കേട്ടോ. അപ്പോൾ ഈ ടൂൾ നമ്മുടെ ഗ്യാരേജിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂൾ ആയതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്. ഇതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസ്, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലൂ, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ടായിരുന്നു. മാക്സിമം എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ റിപ്ലൈ കൊടുത്ത് കമൻറ്റിൽ നമുക്ക് അത്ര രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്നാണ് കേട്ടോ എൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടൂൾസ് മാത്രമല്ല കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മളൊരു ഗിവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ ആർക്കാ കിട്ടുന്നത് നമ്മൾ ഈ വീഡിയോയിൽ സെലക്ട് ചെയ്യും. അവരെ നമ്മൾ ഈ വീഡിയോയിൽ ലൈവ് ആയിട്ട് കണ്ടുപിടിക്കും കേട്ടോ. എന്നിട്ട് അവർക്ക് ഈ ബട്ടൺ അയച്ചു കൊടുക്കും. അതുപോലെ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ നിങ്ങൾ കണ്ട വീഡിയോ ഞാൻ എങ്ങനെയാണ് ഷൂട്ട് ചെയ്ത് അതിലുള്ള ടൂൾസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് എല്ലാം നമ്മുടെ വർക്ക് ഏരിയയിൽ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയൊന്നും അല്ല കിടക്കുന്നത്, ഫുൾ അലമ്പായിട്ടായിരിക്കും. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞു വീഡിയോ ആയിരിക്കും. നമ്മുടെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ റോട്ടറി ടൂൾ ആണ്. ഇത് മാത്രമല്ല ഇതിന്റെ കൂടെ ഈ ഒരു കുഞ്ഞു റോട്ടറി ടൂളും വരുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും ഒറ്റ സെറ്റിൽ വന്നതാണ്. ഇതിനകത്ത് ഒരുപാട് ടൂൾസും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡ്രില്ലിംഗ് ആണ്. ഡ്രില്ല് മാത്രമല്ല ഗ്രൈൻഡിങ്ങും കട്ടിങ്ങും എല്ലാം ചെയ്യാൻ പറ്റും. ഇത് ഇച്ചിരി ഹെവി ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനും എല്ലാം പറ്റും. അടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഒരു ഹീറ്റ് ഗണ്ണാണ് കേട്ടോ. കാരണം നമ്മൾ PVC-യിൽ അതുപോലെ പ്ലാസ്റ്റിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഷേപ്പ് ഒന്ന് മാറ്റിയെടുക്കണം. അതിന് നോർമലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ സ്റ്റവിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടാണ്. നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മേടിച്ചതാണ് കേട്ടോ. നല്ല സാധനമാണ്, ഹീറ്റ് ഗൺ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഓൺലൈൻ മേടിച്ച സാധനങ്ങളുടെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരുപാട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ടൂൾസ് മാത്രമേ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക് ടൂൾസ് മൊത്തം ഫിനിഷ് ചെയ്യാം. പിന്നെ ഉള്ളത് ഗ്ലൂ ഗൺ ആണ്. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ ഗ്ലൂ ഗൺ. അപ്പോൾ അടുത്തത് നമ്മുടെ കട്ടിങ്ങിന്റെ സെക്ഷൻ ആണ്. അപ്പോൾ അതിനുവേണ്ടി നോർമൽ ഒരു ബ്ലേഡ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ തെർമോക്കോളൊക്കെ മുറിക്കാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കട്ടറാണ്. ഇത് ഒരെണ്ണം. തുടക്കത്തിൽ എല്ലാ വർക്കിനും ഞാൻ ഈ ഒരു കട്ടറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോസിൽ പിന്നെ കുറേ പേര് സജസ്റ്റ് ചെയ്തായിരുന്നു ഇങ്ങനെ ഒരു നൈഫ് മേടിക്കാൻ. ഇത് നമ്മുടെ സർജിക്കൽ ബ്ലേഡിന്റെ ഷേപ്പിലുള്ള ഒരു നൈഫാണ് കേട്ടോ. ഭയങ്കര ഷാർപ്പാണ്. അതുമല്ല ഇതിന്റെ ടിപ്പ് ഇത്രയും ചെറുതായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ സജസ്റ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. പിന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ വേറൊരു കട്ടറും കൂടി ഉണ്ട്. ഇത് അതുപോലെ തന്നെ ബ്ലേഡ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു കട്ടർ മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കട്ടർ മേടിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിന് എക്സ്ട്രാ ബ്ലേഡ് മേടിക്കാൻ പറ്റും കേട്ടോ. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒത്തിരി പേർക്ക് അറിയായിരിക്കും. 15-20 എണ്ണമാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം ബ്ലേഡ് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ അത്രയാണ് കേട്ടോ നമ്മുടെ കട്ടിംഗ് ടൂൾസ്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു മാറ്റം മേടിക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. കാരണം നമ്മുടെ ബ്ലേഡിന്റെ ലൈഫും അതുപോലെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇനി ശരിക്കും പറഞ്ഞാൽ എന്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന ഒരു സംഭവമാണ് ഫോറക്സ് ഷീറ്റ്. നമ്മൾ എല്ലാ സാധനങ്ങളും കൂടുതലും ബിൽഡ് ചെയ്യുന്നത് ഫോറക്സ് ഷീറ്റിലാണ് കേട്ടോ. അപ്പോൾ ഫോറക്സ് ഷീറ്റ് എങ്ങനെയാണ്, ഇതെവിടെയാണ്, ഇതെങ്ങനെയാണ് മേടിക്കാൻ കിട്ടുന്നതെന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 3 ടൈപ്പാണ് കേട്ടോ ഫോറക്സ് ഷീറ്റ്. 2mm ഉണ്ട്, അതുപോലെ തന്നെ 3mm ഉണ്ട്, പിന്നെ ഇത് 5mm ഉണ്ട്. ഇതിൽ 5mm നല്ല കട്ടിയാണ്. ഇതിപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം, ഇങ്ങനെ ബെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ബെൻഡ് ചെയ്ത് ഒടിഞ്ഞു പോകും. പക്ഷേ നമുക്ക് കട്ടർ വെച്ച് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതേസമയത്ത് 3mm ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഷേപ്പൊക്കെ ഒന്ന് ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. 2mm ആണെങ്കിൽ അതിനേക്കാളും ഈസി ആയിട്ട് ബെൻഡ് ചെയ്യും. ഇത് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും എപ്പോഴും കെയർഫുൾ ആയിരിക്കും. അതിൻ്റെ ഒരു സൈഡിലേക്കേ ബെൻഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഇത് ഈ ഒരു സൈഡ് എപ്പോഴും ഹാർഡായിരിക്കും, പക്ഷേ മറ്റേ സൈഡിലേക്ക് ഇത് ഈസി ആയിട്ട് ബെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ബെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇതിൻ്റെ കറക്റ്റ് എക്സാക്ട് എമൗണ്ട് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ ഫുൾ ഷീറ്റ് ഇതുവരെ മേടിച്ചിട്ടില്ല. ഇതിൽ ഈ 3mm പീസ് ഞാൻ 4x3 എന്ന് പറഞ്ഞാൽ 4 feet by 3 feet ഒരു ഷീറ്റ് മേടിച്ചപ്പോഴത്തേക്കിനും എനിക്ക് 300 രൂപ ആയതാണ് കേട്ടോ. 4x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട്. വലിയൊരു ഷീറ്റാണ്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ച് ആണ് കേട്ടോ ഇതിന് വരുന്നത്. അതുപോലെ ഇത് എവിടെ കിട്ടും? ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സ്റ്റിക്കർ ഷോപ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഞാനിത് മേടിച്ചത് കോട്ടയത്തുള്ള ഒരു ഷോപ്പിലാണ്. അതിൻ്റെ പേര് സ്റ്റിക്കർ ഷോപ്സ് ആണ്. അപ്പോൾ ഞാൻ കോട്ടയത്ത് അല്ലാതെ കുറച്ച് ഷോപ്സ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കിനും സ്റ്റിക്കർ ഷോപ്സ് എന്നാണ് ജനറലി ഇങ്ങനത്തെ ഷോപ്സിന് പറയുന്നത്. അവിടെ നമുക്ക് ലൈറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഗ്ലാസ് വർക്കിനൊക്കെ ഉള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഗൂഗിളിൽ നിങ്ങൾ സ്റ്റിക്കർ വർക്ക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. എവിടെയെങ്കിലും നിങ്ങൾ ഷോപ്പ് കാണും. പോയി നോക്കണ്ട, ജസ്റ്റ് നമ്പർ എടുത്ത് വരുന്ന വിളിച്ച് നോക്കുക. ഫോറക്സ് ഷീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. ഫോം ഷീറ്റ് അല്ല കേട്ടോ, ഫോറക്സ് ഷീറ്റ് ആണ്. അപ്പോൾ ഈ ഫോറക്സ് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കേട്ടോ ഇത്. ഇത് അലോയ് ആണ്. ഇതെന്തോ ഒരു മെറ്റൽ സാധനമാണ്. അപ്പോൾ നമുക്ക് ആംഗിള്, അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആംഗിളൊക്കെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇതിലെല്ലാം മെഷർമെന്റ്സ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു
പോർഷൻ ഉണ്ട് കേട്ടോ ഇങ്ങനെ. അതുകൊണ്ട് തന്നെ നമുക്ക് വെർട്ടിക്കലായിട്ട് നമുക്കൊരു സാധനം ഡയറക്റ്റ് ഒട്ടിക്കണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് കറക്റ്റ് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. വണ്ടിയുടെ ബോഡിയൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ നോർമൽ പ്ലെയേഴ്സ് ആണ്. പ്രത്യേകിച്ചൊന്നും പറയേണ്ട, ഒരുപാട് യൂസ് ചെയ്യുന്ന സാധനമാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഫോറസ്റ്റ് ഷീറ്റ് നമുക്ക് എപ്പോഴും നമ്മൾ എന്ത് വർക്ക് ചെയ്താലും സാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് ശരിക്കും ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതല്ലാതെ നമ്മൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ 200-ൻ്റെയോ 100-ൻ്റെയോ ഒക്കെ ആയിരിക്കും. അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തരിയായിരിക്കും. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഷീറ്റിൽ എത്ര ചെയ്ത് കഴിഞ്ഞാലും ശരിയാകത്തില്ല. അപ്പോൾ നിങ്ങൾ സാൻഡ് പേപ്പർ മേടിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കടയിൽ പോയി കഴിഞ്ഞാൽ, വണ്ടിയുടെയൊക്കെ പെയിൻറ്റിങ് സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പം 1000-ൻ്റെയോ അല്ലെങ്കിൽ 500-ൻ്റെയോ 700-ൻ്റെ 800-ൻ്റെ ഒക്കെ സാൻഡ് പേപ്പർ കിട്ടും. അതിട്ട് നമ്മൾ ഒന്ന് സാൻഡ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഫോറസ്റ്റ് ഷീറ്റ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ RC കാറിൻ്റെ വർക്ക് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ച സാധനമാണ് ഇത്. ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറാണ് കേട്ടോ. ഇതുണ്ടോ, നമ്മൾ ശരിക്കും തിരിക്കണ്ട, നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുവാണെങ്കിൽ സാധനം വർക്കിംഗ് ആണ് കേട്ടോ. ഭയങ്കര ഈസിയാണ്. നമുക്ക് ഒരുപാട് സ്ക്രൂ ഒക്കെ അഴിക്കാനുണ്ടെങ്കിൽ മാത്രം ഇത് മേടിച്ചാൽ മതി. അതുപോലെ സ്ഥിരം വർക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നോർമൽ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുക. പിന്നെ ഇതിനൊരു ലൈറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ലൈറ്റ് ഉണ്ട്. ഈ സാധനം ശരിക്കും പറഞ്ഞാൽ സെവിച്ചൻ UK നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ കിട്ടത്തില്ല, ഞാൻ കുറേ നോക്കിയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിന്റെ വേറൊരു മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അത് ഉപയോഗിക്കാത്തൊരു ടൂളാണ് കേട്ടോ ഇത്. നമ്മൾ PVC-യിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ്. ഇതിന്റെ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നായിട്ടുള്ള ബ്ലേഡാണ്. അപ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്തത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റ് ആണ്. ഒരുപാട് ടൂൾസ് ഉള്ള ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റ് ആണ്. ഭയങ്കര ക്വാളിറ്റി ഒന്നും അല്ല, എന്നാൽ ഈ പ്രൈസിന് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് ആമസോൺ തന്നെയാണ്. അതുപോലെ സാൻഡിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടൂളാണ് കേട്ടോ ഇത്. ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് ചെറിയ മെറ്റൽ പീസിലൊക്കെ നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്ക് അകത്തേക്കൊക്കെ കയറ്റി നമുക്ക് സാൻഡ് ചെയ്യണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. വലിയ പ്രൈസ് ഒന്നുമില്ല. എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് കേട്ടോ ഇത്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഏതാന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലെക്സ് ക്വിക്ക് എന്ന് പറയുന്ന സാധനമാണ്. ഞാൻ മാത്രമല്ല, എനിക്ക് വന്ന് മിനിയേച്ചർ ചെയ്യുന്ന എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൂ ആണ്. അഫോർഡബിൾ ആണ്. ഈ ഒരു ബോട്ടിലിന് 60 രൂപ വരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല ഡ്യൂറേഷനിലേക്ക് നമ്മൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. കുറെ പേർക്കുള്ള ഡൗട്ടാണ് ഈ ഒരു നീഡിൽ ഇതിന്റെ കൂടെ ഉള്ളതാണോ, ഇതെന്തെങ്കിലും സ്പെഷ്യൽ നീഡിലാണോ, ഇതെങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ. ഇത് സത്യം പറയാൻ നമ്മുടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സിറിഞ്ച് ഉണ്ടല്ലോ, ആ സിറിഞ്ചിന്റെ കൂടെ വരുന്ന സൂചിയാണ് കേട്ടോ. ഇത് മെഡിക്കൽ ഷോപ്പിലൊക്കെ ചെന്നാൽ എനിക്ക് ഒന്ന് 2 രൂപയ്ക്കൊക്കെ നമുക്ക് ഇത് ലൂസായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇതിന് മുകളിലേക്ക് ഒന്ന് ചുമ്മാ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് ഈ സാധനം പശ ഇങ്ങനെ ഒഴിച്ചു വിടാം കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പശ ഇങ്ങനെ പുറത്തേക്ക് വരും. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇതാണെങ്കിൽ നമുക്കിപ്പോൾ അകത്തൊക്കെയുള്ള സാധനങ്ങൾ ഒട്ടിക്കാനാണെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വേണ്ടത്രയും ക്വാണ്ടിറ്റി മാത്രം ഒഴിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഈ സാധനം വെച്ചേക്കുന്നത്, അല്ലാതെ സ്പെഷ്യൽ സാധനങ്ങളൊന്നുമല്ല. അതുപോലെ തന്നെ വേറൊരു ഗ്ലൂ ഞാൻ ഉപയോഗിക്കുന്നത് ഈ പോളിഫിക്സ് എന്ന് പറയുന്ന സാധനമാണ്. മറ്റേ ഗ്ലൂവിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. ഇതിനായിട്ട് 400 രൂപ അടുത്തെങ്ങാണ്ടാണ് ഈ ഒരു ബോട്ടിലിന് വരുന്നത്. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട്. ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് തടിയും പ്ലാസ്റ്റിക് അതുപോലെ നമുക്ക് മിക്കവാറും ഉള്ള മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഇത് വെച്ച് ഒട്ടിക്കാൻ കേട്ടോ. അതുപോലെ ഇത് പെട്ടെന്ന് ക്വിക്കായിട്ട് ഈ സാധനം തടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, തടി ഒട്ടിക്കാനുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനം അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നോർമൽ ഫെവിക്കോൾ, ഇതിന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ മിക്കവാറും നമ്മുടെ മിനിയേച്ചർ പെയിന്റിങ്ങിനെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് അക്രിലിക് പെയിന്റ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം എല്ലായിടത്തും തന്നെ പെയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. വലിയ പ്രൈസിങ്ങും ഇല്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, ഞാനിത് തുടക്കത്തിൽ ഒട്ടും പ്ലാൻ ചെയ്യാതെ മേടിച്ചതാണ്. ഇത് നമ്മുടെ റെസ്പിറേറ്റർ ആണ് കേട്ടോ. റെസ്പിറേറ്റർ എന്ന് പറഞ്ഞാൽ മാസ്ക് ആണ്. പക്ഷേ ഇതിന്റെ 2 സൈഡിലും 2 ഫിൽറ്റർ വരുന്നുണ്ട്. ക്ലീൻ എയർ ആണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള പൊടിയും കാര്യങ്ങളൊന്നും അകത്തോട്ട് കയറത്തില്ല. അത്യാവശ്യം നല്ല സേഫ് ആണ്. ഞാൻ ഈ ഫോറസ്റ്റ് ഷീറ്റിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന്റെ പൊടി എനിക്ക് അത്യാവശ്യം നല്ല അലർജി ഉണ്ടായിരുന്നു. അലർജി അല്ല, അത് ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും സാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജലദോഷം ആകുന്ന ടൈപ്പ് ആയിരുന്നു. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആണ്. ഇതും ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇതിന്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു സേഫ്റ്റി ഗ്ലാസും ഉണ്ട്. പിന്നെ നിങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ കണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഡൗട്ട് കാണുമായിരിക്കും. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് കാണും. അത് നമ്മൾ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റാണ് ഞാൻ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഗ്രീൻ സ്ക്രീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. വലിയ കോസ്റ്റ് ഒന്നുമില്ല. ഇതിന്റെ സ്റ്റാൻഡ് ഉൾപ്പെടെ മേടിക്കാനാണെങ്കിൽ നല്ല പ്രൈസ് ആണ് കേട്ടോ. ഇത് ഏതാണ്ട് 900 രൂപ അടുത്ത് വരുന്നുള്ളൂ. 12x10 ഷീറ്റാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം സിംഗിൾ പേഴ്സൺ ഇങ്ങനത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതിന്റെ ഒരു കുഞ്ഞു വീഡിയോ ട്യൂട്ടോറിയൽ പോലെ നമ്മൾ ചെയ്യാം കേട്ടോ. കമന്റ് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാമേ. പിന്നെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു നമ്മുടെ ഈ റൂമിലെ ലൈറ്റിംഗ് എങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഞാനതിൽ എക്സ്പേർട്ട് ഒന്നുമല്ല. പക്ഷെ 1-2 ലൈറ്റ് നമ്മൾ പിടിപ്പിച്ചപ്പോൾ ആക്സിഡന്റലി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഈ ബാക്കി കാണുന്ന ലൈറ്റ് നമ്മുടെ റൂമിൽ നേരത്തെ ഉണ്ടാകുന്ന ട്യൂബാണ് കേട്ടോ. ആ ട്യൂബ് നമ്മളങ്ങ് ഓഫ് ചെയ്യുവാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ പിടിപ്പിച്ച ലൈറ്റ്സ് മാത്രമാണ് കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ഇവിടെ ഒരു സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ലൈറ്റ് നമുക്ക് യൂണിഫോം ആയിട്ട് കിട്ടാൻ വേണ്ടി. ഇതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയ ലൈറ്റ് കേട്ടോ. ഇത് PVC-യിലും ഒക്കെ ചെയ്തെടുത്ത് ഒരു റഫായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ബ്രൈറ്റ് ആയിട്ടൊരു ലൈറ്റ് കിട്ടും. പിന്നെ നമ്മളിവിടെ ഒരു 2 ഫീറ്റിൻ്റെ ഒരു വൈറ്റ് ലൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. LED ട്യൂബ് തന്നെയാണ്.
പിന്നെ ഇവിടെ ഒരു 1 ഫീറ്റിന്റെ ഒരു വാം ലൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത്രയും ലൈറ്റ്സേ ഉള്ളൂ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ, കുറച്ചൊക്കെ ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമായിരിക്കും. പിന്നെ ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ഇത് ഇന്ന് വീഡിയോ എടുത്തപ്പോഴത്തേനും കട്ടായതാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വരാതെ മാക്സിമം നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും, നമുക്ക് ഈ പ്ലേ ബട്ടൺ ആർക്കാ കൊടുക്കേണ്ടതെന്ന് നോക്കാമേ. അപ്പൊ നമ്മളൊരു ഫ്രീ വെബ്സൈറ്റിലാണ് കേട്ടോ സെർച്ച് ചെയ്യുന്നത്. പിക്ക് വിന്നർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ യൂട്യൂബ് ലിങ്ക് ഇവിടെ കൊടുക്കണം. ഈ വീഡിയോയുടെ ലിങ്ക് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യണം. ഇനി ഇവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഫെച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫിൽറ്ററൊക്കെ ആഡ് ചെയ്യാം. നമ്മൾ വേറെ ഒന്നും കൊടുക്കുന്നില്ല, ഇൻക്ലൂഡ് റിപ്ലൈസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. അല്ലോ ഡ്യൂപ്ലിക്കേറ്റ്സ് നമ്മൾ കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യും. നമുക്ക് നോക്കാമേ. ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. കമൻസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്, കാരണം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു കേട്ടോ ആ വീഡിയോയ്ക്ക്. ലോഡിങ് ഇപ്പോൾ അറിയാം കേട്ടോ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആർക്കാണ് ഈ ബട്ടൺ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി. കമൻസ് ഫുള്ള് ലോഡായിട്ടുണ്ട്. ഇനി പിക്ക് വിന്നർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിന്നറെ അറിയാം. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ വിന്നർ. KT House PM8 എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ ഈ കമൻറ്റിന് ഞാൻ വിന്നറായെന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ അക്കൗണ്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ മെയിൽ ID എനിക്കൊന്ന് അയച്ചു തരിക. ബാക്കി കമ്മ്യൂണിക്കേഷൻ നമുക്ക് അവിടെ നടത്താം കേട്ടോ. അപ്പോൾ എന്താണേലും വിന്നർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.